CJP പ്രതിഷേധം കനത്തതോടെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ചയ്ക്ക് വഴങ്ങി കേന്ദ്ര സർക്കാർ. പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് പാർലമെന്റിൽ ഉണ്ടായത്. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ലാത്തിചാർജിൽ പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്ന് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ പിരിഞ്ഞു. नीट पेपर लीक का चर्चा के लिए पूरी तरह से तैयार है और हमने पहले दिन से कहा है जब चर्चा होती है तो किसी नियम के तहत होना पड़ता है और इसका व्यवस्था बनाना पड़ता है। मैं अनुरोध करता हूं कि चर्चा कब होना है, चर्चा का ड्यूरेशन कितना लंबा चर्चा होना है और किस नियम के तहत होना है। ധനസുമോദുണ്ട് വിവരങ്ങൾ നൽകാൻ. സുമോദ്, ഒടുവിൽ സർക്കാർ വഴങ്ങിയിരിക്കുന്നു. ഈ പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്നുള്ള നിരന്തര ആവശ്യത്തോട് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്. എപ്പോഴാണ് ചർച്ച? എത്ര നേരം ചർച്ച നീണ്ടു നിൽക്കും? പ്രധാനമന്ത്രി ഈ ചർച്ചയിലെങ്കിലും വാ തുറക്കുമോ? പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ വാ തുറന്ന് സംസാരിക്കണം, മൗനം വെടിയണം എന്ന് തന്നെയാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് അല്പം മുമ്പ് ലോക്സഭയിൽ പറഞ്ഞിരിക്കുന്നത്. തുടർച്ചയായി 3 ദിവസം സഭ സ്തംഭിപ്പിക്കുകയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പാകെ ധർണ നടത്തുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ ചർച്ച എന്ന ഒരു വാതിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുറന്നിരിക്കുന്നത്. അതേസമയം CJPയുമായി ഒരു ഭാഗത്ത് ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാതെ ഇനിയൊരു ചർച്ചയ്ക്ക് മുന്നോട്ടില്ല എന്നാണ് CJP പറഞ്ഞിരിക്കുന്നത്. അതേ അഭിപ്രായം തന്നെയാണ് ഒരു പടി കൂടി കടന്നുകൊണ്ടിപ്പോൾ മല്ലികാർജുന ഖാർഗെ കൂടി പറഞ്ഞിരിക്കുന്നത്. ചർച്ചയ്ക്ക് മുമ്പായി ആദ്യം ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർത്തൂ, അതിനുശേഷം ചർച്ചയാകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതിപക്ഷത്തിന് ചർച്ച ചെയ്യാനുള്ള താല്പര്യം ഈ ബഹളമുണ്ടാക്കാനും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ മാത്രമാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് സോനം വാങ്ചുക്കിനെ കേന്ദ്രമന്ത്രിമാർ കാണുന്നു. അങ്ങനെ നേരത്തെ ഒരു കാരണവശാലും ഈ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞിരുന്ന സർക്കാർ ഇപ്പോൾ അയയുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ചർച്ചയ്ക്ക് മുമ്പായി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്.